എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മളോട് അപ്പോസ്തലനായ പൗലോസ് നാം രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത് ശ്രവിക്കാം. റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ കത്തിന്റെ ഭാഗമാണ് ഈ അധ്യായം. അവിടെ വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു. രക്ഷയ്ക്കായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുന്നു. അവൻ യഹൂദ വിജാതീയ പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യുന്നു. വിശ്വാസത്തിലൂടെ ഉള്ള രക്ഷയുടെ സാർവത്രിക വാഗ്ദാനത്തെ ഉയർത്തി കാട്ടുന്നു. നിന്റെ വായ് കൊണ്ട് പ്രഖ്യാപിക്കുക എന്ന വാചകം യേശുവിനെ കർത്താവായി വാക്കാലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുകയും അവന്റെ അധികാരത്തിന്റെ പ്രതിബദ്ധതയും അംഗീകാരവും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം യേശുവിനെ ഉയർപ്പിച്ചുവെന്ന നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം ക്രിസ്തുവിലുള്ള രക്ഷയിലും ഉള്ള വിശ്വാസത്തിന്റെ കേന്ദ്രമായി പുനരുത്ഥാനത്തിന്റെ അടിസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ പ്രാപ്യമാണെന്ന ആശയത്തിന് അടിവരയിടുന്നു. രക്ഷ എന്നത് പ്രവർത്തികളിലോ നിയമത്തോടുള്ള അനുസരണത്തിലോ അധിഷ്ഠിതമല്ലെന്നും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഫലമാണെന്നും പൗലോസ് പറയുന്നു. അവനെ കർത്താവായി ഏറ്റുപറയുകയും അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ വ്യക്തികൾ ദൈവവുമായി ഒരു ബന്ധത്തിൽ പ്രവേശിക്കുകയും പാപമോചനവും നിത്യജീവനും പ്രാപിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നാം പരിഗണിക്കണം. അതിൽ വിശ്വാസം മാത്രമല്ല, അവൻ്റെ അധികാരത്തോടുള്ള വിധേയത്വവും ഉൾപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായ പുനരുത്ഥാനത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെ നാം വിശ്വാസം സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ലളിതവും എന്നാൽ ഗഹനവുമായ ഈ സത്യം മനസ്സിലാക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം പങ്കിടുന്നു. നമ്മുടെ കുമ്പസാരം ശക്തമായ ഒരു സാക്ഷിയാകും. നമ്മുടെ ജീവിതം ജീവിക്കുക, നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുകയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ആഴത്തിലാക്കുന്ന പ്രാർത്ഥന, വേദപാരായണം, സമൂഹത്തിൻ്റെ ഇടപെടൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം. സ്നേഹപിതാവേ, ക്രിസ്തുവിലുള്ള യഥാർത്ഥ രക്ഷ പ്രാപ്യമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.